ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജയ്ക്ക്, ഈ സിൻഡിക്കേറ്റിന് അഫിലിയേഷൻ റദ്ദാക്കാൻ ശുപാർശ ചെയ്യാൻ കഴിയും. ആ ഒരു നടപടിയിലേക്ക് സിൻഡിക്കേറ്റ് പോകണം എന്നതാണോ SFIയുടെ ആവശ്യം? അഫിലിയേഷൻ റദ്ദാക്കണം എന്നൊരാവശ്യം ഇപ്പോൾ ഞങ്ങൾ ഉയർത്തുന്നില്ല. കാരണം ലോ അക്കാഡമി നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നാട്ടിലെ വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിൽ ആദ്യഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരുടെ മാനേജ്മെൻറ്റ് സീറ്റുകൾ പോലും ഇവർ മെറിറ്റ് മാനദണ്ഡമാക്കി അതിലൊക്കെ ഉപരിയായ സ്കോളർഷിപ്പൊക്കെ നൽകി നമ്മുടെ നാട്ടിലെ മാതൃകാപരമായ ഒരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമോ അതിന് ഒരു മോഡലാക്കാൻ പറ്റുന്ന നിലയിൽ പ്രവർത്തിച്ചു വന്നൊരു സ്ഥാപനമാണ്. പക്ഷേ ഇപ്പോഴാണ് ഇവരുടെ പുതിയ പ്രിൻസിപ്പളിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷമാണ് ഇത്രയും കൂട്ടക്കുഴപ്പങ്ങളുടെ കേന്ദ്രമായി ഇത് മാറിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കി ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പൂർണ്ണമായി അടച്ചു പൂട്ടണം എന്നൊരു അഭിപ്രായമൊന്നും SFIക്കില്ല. പക്ഷേ ഇവിടെ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല സൂചിപ്പിച്ച പോലെ 2-3 നിർദ്ദേശങ്ങൾ സർക്കാരിന് വളരെ കാര്യമായി പരിഗണിക്കാവുന്നതാണ്. ഈ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിലൊരു പ്രിൻസിപ്പളിനെ സ്വാഭാവികമായി പുറത്താക്കാൻ സിൻഡിക്കേറ്റിനൊക്കെ വലിയ പരിമിതികൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പോലെ നിയമത്തിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ സമ്മർദ്ദ ശക്തിയെ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന നിലയിൽ കുറേ ഘടകങ്ങൾ ഇപ്പോൾ മുതൽ ഉണ്ടായി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ SC/ST വിദ്യാർത്ഥികളുടെ നേർക്കുണ്ടായ ജാതിപ്പേര് വിളിച്ചു എന്ന് തുടങ്ങിയ നിലക്കുള്ള അധിക്ഷേപങ്ങൾ. അതേപോലെ തന്നെ ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടി മാത്രം സർക്കാർ കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഉപയോഗത്തെ സംബന്ധിച്ച് ഇന്ന് വെളിയിൽ വന്നിരിക്കുന്ന തെളിവുകൾ. അപ്പോൾ ഇത്തരം കേസുകൾ വെച്ചിട്ട് സർക്കാരിന് ഇവർ എത്ര വലിയ സ്വാധീനവും ശേഷിയും ഉള്ള ആളാണെങ്കിൽ പോലും അവരെയൊക്കെ സമ്മർദ്ദത്തിലാക്കാൻ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും വിഭവങ്ങൾ ഇന്ന് മുതൽ സർക്കാരിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് സർക്കാർ കൃത്യമായി ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ആ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ സ്വാഭാവികമായി അനിവാര്യമായി ഇവർ ആ സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വരും. ജയ്ക്ക്, പക്ഷേ ഇത് 4 ദിവസമായി ഈ ചർച്ച നടന്നിട്ട് ആ ചർച്ചയ്ക്ക് ശേഷം സർക്കാർ നടത്തിയിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിവരം എന്താണ്? മിനിഞ്ഞാന്നാണ് ചർച്ച നടന്നത്. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തയാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തി തന്നെയാണുള്ളത്. 100% വിദ്യാർത്ഥികൾ അവിടെ, ഇപ്പോൾ ഞാൻ SFIയുടെ ഭാഗമായി പറയുന്നത് മാത്രമല്ല, അവിടെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ആകെ ബഹിഷ്കരിച്ച് പോയത് ABP മാത്രമായിരുന്നു. നേരത്തെ നിശ്ചയിച്ച അജണ്ട പ്രകാരം വന്നു, ചർച്ചയ്ക്കിരുന്നു, 5 മിനിറ്റ് ശേഷം ഇറങ്ങിപ്പോയി. അവിടെയാണ് ആ ക്യാമ്പസിന് വെളിയിൽ ആരുടെയെങ്കിലും സമരം നടക്കുന്നുണ്ടെങ്കിൽ, ക്യാമ്പസിലെ കുട്ടികളായ ക്യാമ്പസിനകത്തും ക്യാമ്പസിന് വെളിയിൽ ആരുടെയെങ്കിലും സമരം നടക്കുന്നുണ്ടെങ്കിൽ അത് BJPയുടെ ശ്രീ V മുരളീധരൻ്റെ മാത്രം സമരമാണ്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ വന്നിട്ടുള്ള വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ, ഹോസ്റ്റലിൽ പെൺകുട്ടികൾ സമരം ചെയ്യുന്ന സമരത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ആ ചർച്ചയെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആകെ ഒരു ന്യൂനത അവർക്ക് മാത്രം ചർച്ചയിൽ സൂചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ വിഷയം എന്ന് പരിഹരിക്കപ്പെടും എന്ന ഒരു നിയതമായ തീയതി പറഞ്ഞിട്ടൊരു ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ പ്രശ്നങ്ങളോടും അനുകൂലമായ തീരുമാനം തന്നെ ഉണ്ടാകുമെന്ന കർശനമായ തീരുമാനമാണ് ചർച്ചയിൽ ഉണ്ടായത്. പക്ഷേ നിയതമായ ഒരു തീയതി പറയുന്നതിന് ക്ലാസ് നഷ്ടപ്പെടുകയാണ്. ആരാണ് പ്രശ്നപരിഹാരത്തിനായുള്ള ഇടപെടൽ നടത്തുക എന്ന ഒരു വ്യക്തത അതുണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ഈ ചർച്ചയെ ഈ നിലയ്ക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. മാത്രമല്ല, CPM സംസ്ഥാനത്തെ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറയുകയാണ് ഇതിനെ ഒരു വിദ്യാർത്ഥി സമരം, ഒരു ക്യാമ്പസിനുള്ളിലെ സമരം മാത്രമായി കാണുന്നു എന്ന്. ആ ഘട്ടത്തിലാണ് ജയ്ക്ക് നേരത്തെ വിമർശിച്ച ആ വിഷയം ഉയർന്നു വരുന്നത്. മുദ്രാവാക്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് CPMൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന്. അതിന് കൂടുതൽ വിശ്വാസ്യത കിട്ടുന്ന നിലപാടാണ് ഇന്ന് CPM കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. അതിനൊരു വിശ്വാസ്യതയുമില്ല ശ്രീഹർഷൻ. എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ്യത ഉണ്ടെങ്കിൽ, റിപ്പബ്ലിക് ഡേ ആയിരുന്നു ജനുവരി 26-ാം തീയതി. അന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ആ സമരത്തെ അഭിസംബോധന ചെയ്തത്. ഞങ്ങൾ പറഞ്ഞ ഒരേ കാര്യമാണ്, ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായ ഒരു റിപ്പബ്ലിക് ദിനമാണ് കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ജന്മദിനമാണ് ഈ റിപ്പബ്ലിക് ഡേ. എന്നാൽ ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്ന തലസ്ഥാനത്തെ അക്കാഡമിയിലെങ്കിലും അതിൻ്റെ അന്തസത്ത നിലനിർത്താൻ, അല്ലെങ്കിൽ അന്തസത്ത ഒന്ന് പുനരവതരിപ്പിച്ചുകൊണ്ട് ആ കലാലയത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ സമരത്തിൽ നമ്മൾ ഒന്നാമത് നിൽക്കുന്ന ദിവസമാണ് ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ സമരത്തെ അഭിസംബോധന. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു സമ്മർദ്ദവുമില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ സ്ഥൈര്യത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നത്. ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാനുള്ള ഊർജ്ജവും കരുത്തും ഞങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെ നിന്നിട്ടാണ്. പിന്നെ ഇവിടെ ഒരു സംശയവും വേണ്ട, ഇതേ CPIൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇന്നലെ തൃശ്ശൂരിൽ വെച്ചിട്ട് പ്രതികരിച്ചത്. ഇന്നലെ മാധ്യമങ്ങൾ, ഞാൻ മാത്രമല്ല മുഴുവൻ മാധ്യമങ്ങളും കാണിച്ചതുമാണ്. തിരുവനന്തപുരത്ത് വന്നാൽ
ഈ വിദ്യാർത്ഥി സമരത്തിൽ താനും പോയി സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇതേ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. തിരുവനന്തപുരത്തെ CPIM സമര സംഘടനാ നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സഖാവ് വി ശിവൻകുട്ടി, സഖാവ് ആനാവൂർ നാഗപ്പൻ, ഇവരൊക്കെ ആ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആ സമരത്തോടൊപ്പമുണ്ട്. വിദ്യാർത്ഥികളുടെ ഇത് കേവലം ഒരു വിദ്യാർത്ഥി സമരത്തിന് അപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ട് എന്നത് എന്തായാലും SFIയും അംഗീകരിക്കുമല്ലോ. കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ ഒരു സമരത്തെ കേവലം ഒരു ക്യാമ്പസിൻ്റെ മാത്രം സമരമായി ചുരുക്കി കാണുമ്പോൾ ഇതിനു മുമ്പ് CPM സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് ചോദിച്ചത് താങ്കളും കേട്ട് കാണുമല്ലോ. എത്ര ക്യാമ്പസുകളിൽ നടന്ന സമരങ്ങളെ രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് CPM മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ആ നിലയ്ക്ക് ഉൾക്കൊള്ളാനോ ആ നിലയ്ക്ക് താല്പര്യം കാണിക്കാനോ CPM തയ്യാറാവാതിരിക്കുന്നതിന് കാരണം ഒരുപക്ഷെ അവർക്കുള്ള രാഷ്ട്രീയ സ്വാധീനമാണ് എന്ന് വിമർശിച്ചാൽ അതിനെ അങ്ങനെ തെറ്റു പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീഹർഷൻ, ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക നിലപാട് പറയേണ്ടത് CPIMന്റെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ അതിന്റെ വക്താക്കളോ ആണ്. ഞാനല്ല. ഞാൻ അവിടെ സമരം ചെയ്യുന്ന സംഘടനയുടെ പ്രതിനിധി തന്നെയാണ്. നിലപാടിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും പറയേണ്ടതുമാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആ ജില്ലയിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാകെ തന്നെ, ഞാൻ പറഞ്ഞു DYFI ജില്ലാ കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം അങ്ങോട്ടേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തിയത്. അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സഖാവ് വി ശിവൻകുട്ടിയും സഖാവ് ആനാവൂർ നാഗപ്പനും തിരുവനന്തപുരം ജില്ലയിലെ. അവർ തന്നെയാണ് ആ കുട്ടികൾക്ക് വേണ്ട, അവിടെ നിരാഹാരം കിടക്കുന്നതോടൊപ്പം സമരമനുഷ്ഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് അവിടുത്തെ ഈ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. എല്ലാ കലാലയങ്ങളിലും വളരെ മാതൃകാപരമായി സമരത്തിൽ ഇടപെടുകയും സമരത്തെ മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്തിട്ട് ചരിത്രവും പാരമ്പര്യമുള്ള നേതാക്കന്മാർ തന്നെയാണ്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 6 മാസ കാലഘട്ടം മിസാ നിയമപ്രകാരം തടവിൽ കിടക്കേണ്ട വന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമൊന്നും ഒരു കലാലയ സമരത്തെയും തള്ളി പറയില്ല എന്നുള്ള ഉറച്ച ധാരണ ഞങ്ങൾക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചില പെൺകുട്ടികൾ എൻ്റെ കോളേജിൽ നിന്ന് ചാനലുകളിൽ കയറിയിരുന്ന് എനിക്കെതിരെ തെറി പറയുന്നത് എന്ന് ഇന്ന് ആ പ്രിൻസിപ്പലിന് പറയാൻ ധൈര്യമുണ്ടാവുന്നത്. ഈ സമരം എല്ലാം നടക്കുമ്പോഴാണത്. ഹർഷൻ, വളരെ ക്ലിയർ അല്ലേ ആ സ്ത്രീയുടെ അപ്പിയറൻസ്, ആ സ്ത്രീയുടെ സംസാര രീതി, ഇതൊക്കെ പൊതുസമൂഹം പല രീതി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർക്കിതെന്തും പറയാം. അവർക്ക് മീഡിയ മാനിയ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ. ഈ പാവപ്പെട്ട കുട്ടികൾ അവർ ഗതികേട് കൊണ്ട് എല്ലാ വാതിലുകളും മുട്ടിയിട്ട് മാർഗമില്ലാതെ വന്നപ്പോഴാണ് ആ കുട്ടികൾ സ്വയം അവരുടെ ഹൃദയത്തിൽ തട്ടി ഇത്തരത്തിലൊരു സമരരംഗത്തേക്ക് വന്നത്. അത് നമുക്ക് കേരളത്തിലെ പൊതുസമൂഹം അവർ ആദ്യത്തെ ദിവസങ്ങളിൽ അവരാരെങ്കിലും നിങ്ങളോട് വന്ന് ആവശ്യപ്പെട്ടോ ഞങ്ങളെ ചാനലിലേക്ക് വിളിച്ചിരുത്തണമെന്ന്? ഏതെങ്കിലും ചാനലിൻ്റെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പറയുമോ ഞങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾ അങ്ങോട്ട് വിളിച്ചതല്ലേ അവരുടെ ഗ്രീവൻസ് പറയാൻ വേണ്ടി വരാൻ വേണ്ടി? കാരണം അവർ ഗ്രീവൻസ് ഉണ്ട്. സ്വാഭാവികമായും അവരിതൊന്നും കണ്ടുകൊണ്ടോ ഇത്തരത്തിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഒന്നും രംഗത്ത് വന്ന് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു പ്രിൻസിപ്പൾ, ഒരു കലാലയത്തിൻ്റെ പ്രിൻസിപ്പൾ എല്ലാ ഉഗ്രപ്രതാപിയായി നിന്നുകൊണ്ട് അറ്റൻഡൻസിൻ്റെ കാര്യം തീരുമാനിക്കുന്നു, ഇൻറ്റേർണൽസിൻ്റെ കാര്യം തീരുമാനിക്കുന്നു. അപ്പോൾ അവരെ സ്വഭാവഹത്യ ചെയ്യുന്നു, അവരെ തെറി വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതും നിയമ വിദ്യാർത്ഥിനികൾ അവർക്ക് വേറെ മാർഗമില്ലാതെ അവരവരുടെ സഹപ്രവർത്തകരോടൊപ്പം കൂടിയാലോചിച്ച് സ്വയം ഉണ്ടായ സമരമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കോളേജിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യൂണിറ്റുകൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. എല്ലാ വിദ്യാർത്ഥി ആരുമില്ലല്ലോ സമരരംഗത്തല്ലാത്തത്. അവർ പറയുന്നത് 100-200 കുട്ടികളാണ് അവിടെ സമരം ചെയ്യുന്നത്. 250 പേരെന്നാണ് പറയട്ടെ. തിരിച്ച് ഞാനൊരു ചോദ്യം. യൂണിവേഴ്സിറ്റിയുടെ ഉപസമിതി 2-3 ദിവസം അവിടെ ഹിയറിംഗ് നടത്തി. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി വന്ന് ഇവർക്ക് അനുകൂലമായ ഒരു ഹിയറിംഗിൽ ഒരു കമൻറ്റ് പറയാൻ ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ? ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ മേടിച്ചിട്ടുണ്ടല്ലോ അവിടെ പോലീസിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം അവിടുത്തെ CI ഉൾപ്പെടെ അവിടുത്തെ സ്റ്റുഡൻ്റാണ്, അത് വേറെ വിഷയം. എന്നാൽ പോലും പ്രൊട്ടക്ഷൻ മേടിച്ച് CIയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, എല്ലാ വ്യക്തിപരമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടും അവിടെ ആ ക്യാമ്പസിനകത്ത് ഈ വന്ന സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതിയോട് ഒരു വിദ്യാർത്ഥിനിയോ പോലും ഈ മാനേജ്മെൻറ്റിന് അനുകൂലമായോ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പലിന് അനുകൂലമായോ പറഞ്ഞില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ സഹപ്രവർത്തകർ പോയി ഹിയറിംഗ് നടത്തിയപ്പോൾ മുഴുവൻ വിദ്യാർത്ഥിനികളും കുറ്റപ്പെടുത്തിയത് പ്രിൻസിപ്പലിനെ മാത്രമാണ്. നാരായണനാഥ് സാറെ ആരും കുറ്റപ്പെടുത്തില്ല, അവിടുത്തെ ഒരു സ്റ്റാഫിനെയും കുറ്റപ്പെടുത്തില്ല, ഒരു അധ്യാപകരെയും കുറ്റപ്പെടുത്തില്ല. പ്രിൻസിപ്പാളിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും മാത്രമാണ് ആ വിദ്യാർത്ഥിനികൾ ചോദ്യം ചെയ്യുന്നത്. അവർ സഹികെട്ടിട്ടാണ് ഇത്തരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ പ്രിൻസിപ്പൽ ഈ വിദ്യാർത്ഥിനികളെ അവഹേളിക്കുന്നത് പൊതുസമൂഹത്തിൽ ചാനലിലൂടെയൊക്കെ പറയുന്നത് അവർക്ക് അതിന് ചുട്ട മറുപടി കിട്ടും, കാലം അത് കൊടുത്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പുതിയ ഒരു അവതാരം കൂടെ അവിടെ വരുന്നുണ്ട്. അതും കുട്ടികൾ പറയുന്നു, ഞാൻ പറഞ്ഞതല്ല, ഈ കുട്ടികൾ തന്നെ പറയുന്നു. അടുത്ത ലക്ഷ്മി നായർ അവിടെ ഉദയം ചെയ്ത് കഴിഞ്ഞു.
അമ്മയ്ക്ക് ശേഷം ചിന്നമ്മ എന്ന് പറയുന്നത് പോലെ ലക്ഷ്മി നായരുടെ മകന്റെ ഭാര്യയാകാൻ പോകുന്നവർ അവിടെ ഭരണം ആരംഭിച്ചു എന്ന് ഈ കുട്ടികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാനതൊന്നും പറയുന്നത് ശരിയല്ല, എന്നാൽ പോലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാൻ തിരിച്ചു വരാം, ഒരു ചെറിയ ഇടവേള കൂടി.